ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോരാശാസ്ത്രകാരനായ വരാഹമിഹിരാചാര്യൻ പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുന്ന ജാതകരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളും നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളിലും ജനിക്കുമ്പോൾ ഉള്ള ലക്ഷണങ്ങളും അതിൻ്റെ അർത്ഥവും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യം നക്ഷത്രത്തിൻ്റെ ലക്ഷണ ശ്ലോകം. ഇഷ്ടാനന്ദ കളത്രോ മാനി ദൃഢ സൗഹൃദച്ഛ ജലദൈവേ. ഇതാണ് നക്ഷത്രത്തിൻ്റെ ലക്ഷണ ശ്ലോകം. ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കുമ്പോൾ, ഇഷ്ടാനന്ദ കളത്രൻ, ഇഷ്ടം എന്നാൽ പ്രിയം, ആനന്ദം ആനന്ദിപ്പിക്കുന്നത്, കളത്രം ഭാര്യ, മാനി മാനമുള്ളവൻ, ദൃഢ സൗഹൃദൻ, ദൃഢം സ്ഥിരം, സൗഹൃദം സ്നേഹം, ജലദൈവം ജലമാകുന്ന ദൈവത്തോട് കൂടിയത്. അതായത് പൂരാടം നക്ഷത്രത്തിൽ ജാതൻ ജനിച്ചവൻ. ഈ അർത്ഥങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ പൂരാടം എന്ന നക്ഷത്രത്തിൽ ജനിച്ചവൻ മനസ്സിന് നന്നായി ഇഷ്ടപ്പെട്ടതും സുഖഹേതുവും ആയിരിക്കുന്ന ഭാര്യ ഉള്ളവനും മാനിയായും സ്ഥിരമായിരിക്കുന്ന സ്നേഹത്തോട് കൂടിയവനും ആയിരിക്കും. അടുത്തത് ഈ നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകമാണ്. സ്ത്രൈണോൽപ പുത്രവാൻ ശൂരോ ദീനാത്മാ ദീനചേതന അല്പായുഷ്മാൻ ജലാർത്തച്ഛ ജലാദൗ ജായതേ നരാ. ഇതാണ് ശ്ലോകഭാഗം. ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് സ്ത്രൈണൻ സ്ത്രീജിതൻ, അല്പപുത്രവാൻ അല്പന്മാരായിരിക്കുന്ന പുത്രന്മാർ ഉള്ളവൻ, ശൂരൻ ശൗര്യത്തോട് കൂടിയവൻ, ദീനാത്മാവ് ബലഹീനമായ ശരീരമുള്ളവൻ, ദീനചേതന ബലഹീനമായ ബുദ്ധി ഉള്ളവൻ, അല്പായുഷ്മാൻ അല്പമായ ആയുസ്സുള്ളവൻ, ജലാർത്ഥൻ ജലം ഹേതുവായ രോഗം ഉള്ളവൻ, നരൻ പുരുഷൻ, ജലാദി ജലത്തിൻ്റെ ആദി, ജലം പൂരാടം, ആദി ആദ്യപാദം. ഇതാണ് അർത്ഥങ്ങൾ. ഈ അർത്ഥങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ സ്ത്രീജിതനായവനും അല്പസന്തതിയായും ശൗര്യമുള്ളവനും ബലഹീനമായിരിക്കുന്ന മനസ്സും ശരീരവും ഉള്ളവനും അല്പായുസായവനും ജലം നിമിത്തമായി ഉണ്ടാകുന്നതും വാതം കോപിച്ചുണ്ടാകുന്നതുമായ രോഗങ്ങൾ ഉള്ളവനും പൂരാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിക്കുന്നു. ഈ നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകം. അടുത്തത് ഗൂഢ നിസ്നേഹവാൻ കാന്ത പരിഹാസപ്രിയസ്തതാ രോഗീ ഗർവിതവാൻ കോപി ദ്വിതീയാംശേ ജായതേ. ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഗൂഢ നിസ്നേഹവാൻ, ഗൂഢമായിരിക്കുന്ന സ്നേഹഭാവത്തോട് കൂടിയവൻ, ഗൂഢം സ്പഷ്ടമല്ലാത്തത്, നിസ്നേഹം സ്നേഹഭാഗം ഭാവം, കാന്തൻ സുന്ദരൻ, പരിഹാസപ്രിയൻ പരിഹസിക്കാൻ ഇഷ്ടമുള്ളവൻ, ഗർവിതവാൻ ഗർവുള്ളവൻ, കോപി അധികമായ കോപമുള്ളവൻ, കോപം ക്രോധം, നരൻ പുരുഷൻ, ദ്വിതീയാംശം 2-ാം പാദം. ഇതാണ് ഓരോ വാക്കിൻ്റെയും അർത്ഥം. ഈ അർത്ഥങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ സ്പഷ്ടമല്ലാത്ത സ്നേഹഭാവത്തോടു കൂടിയവനും സുന്ദരനും പരിഹാസപ്രിയനും രോഗിയും ഗർവുള്ളവനും
അധികമായ കോപം ഉള്ളവനും പൂരാട നക്ഷത്രത്തിൻ്റെ 2ാം പാദത്തിൽ ജനിക്കുന്നു. അടുത്തത് 3ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകമാണ്. മഹോദരോ മാതൃഹീനോ ഗുണഗ്രാഹി ശുചിസ്തഥാ ഭോഗവാൻ സുഭഗ ചൈവ തൃതീയാംശേ തു ജായതേ. ഇതിൻ്റെ അർത്ഥമായി വരുന്നത് മഹോദരൻ, മഹത്തായിരിക്കുന്ന ഉദരത്തോടു കൂടിയവൻ, മഹത്ത് വലുതായ, ഉദരം വയറ്, മാതൃഹീനൻ മാതാവില്ലാത്തവൻ, ഗുണഗ്രാഹി ഗുണത്തെ ഗ്രഹിക്ക ശീലമാക്കിയവൻ, ശുചി ശുദ്ധൻ, ഭോഗവാൻ സുഖി, സുന്ദരൻ സർവജനപ്രിയൻ, നരൻ പുരുഷൻ, തൃതീയാംശം 3ാം പാദം. ഇതിനെ യോജിപ്പിക്കുമ്പോൾ വലുതായ വയറോടുകൂടിയവനും ബാല്യത്തിൽ തന്നെ മാതാവുമായി വേർപെട്ടവനും ഗുണങ്ങളെ ഗ്രഹിക്കുന്നത് ശീലമാക്കിയവനും ശുദ്ധനും സുഭഗനും സർവജനങ്ങൾക്കും പ്രിയപ്പെട്ടവനും പൂരാട നക്ഷത്രത്തിൻ്റെ 3ാം പാദത്തിൽ ജനിക്കുന്നു. അടുത്തത് 4ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകമാണ്. പിതൃഹീനോ ബലിദാത ത്വഗ്ദോഷി ഘോരഭാഷണ ഋതവാദി പരദ്രോഹി ജലാന്ത്യേ ജായതേ. ഇതാണ് ശ്ലോകഭാഗം. ഇതിൻ്റെ അർത്ഥമായി വരുന്നത് പിതൃഹീനൻ പിതാവിനോട് വേർപെട്ടവൻ, പിതാവ് അച്ഛൻ, ബലി ബലവാൻ, ദാതാവ് ദാനശീലൻ, ത്വഗ്ദോഷി ത്വഗ്ദോഷം ഉള്ളവൻ, ഘോരഭാഷണൻ ഘോരമായ വാക്ക് പറയുന്നവൻ, ഘോരം ഭയങ്കരം, ഭാഷണം വാക്ക്, ഋതവാദി സത്യവാദി, പരദ്രോഹി അന്യന്മാരെ ദ്രോഹിക്കുന്നവൻ, ജലാദ്യം പൂരാടത്തിൻ്റെ അന്ത്യം, അതായത് 4ാം പാദം. ഈ അർത്ഥത്തെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ബാല്യത്തിൽ തന്നെ പിതാവിനെ വേർപെട്ടവനും ബലവാനും ദാനശീലനും ത്വഗ്ദോഷങ്ങൾ ഉള്ളവനും ഭയം ജനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നവനും സത്യവാദിയും അന്യന്മാരെ ദ്രോഹിക്കുന്നവനും പൂരാട നക്ഷത്രത്തിൻ്റെ അന്ത്യപാദത്തിൽ ജനിക്കുന്നു. ഇതാണ് പൂരാട നക്ഷത്രത്തിൻ്റെ വരാഹ മിഹിരാചാര്യൻ പൂരാട നക്ഷത്രത്തിന് പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളും അതിൻ്റെ അർത്ഥവും. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9655232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹന ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.